പ്രേക്ഷകർ ഈ കാണുന്നത് കുവൈറ്റിലെ ദൃശ്യങ്ങളാണ്. ഒരു F-19 വിമാനം, അമേരിക്കൻ വിമാനമാണ്. അത് വെടിയേറ്റ് എന്താണ് കുറുകെ നേരെ നിലംപതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നതാണ്. സാധാരണ ഇതിൽ വീഡിയോ ഗെയിമിലൊക്കെ കാണുന്ന പോലുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ നേർക്കുന്ന ദൃശ്യങ്ങൾ. F-19 വലിയ യുദ്ധമുഖങ്ങളിലൊക്കെയാണ് അങ്ങനെ വെടിയേറ്റ് വീഴാറുള്ളത്. അതും ഇത്തരത്തിൽ ആകാശത്തു നിന്നും നേരെ താഴേക്ക് മുക്കും കുത്തി വീഴുന്ന പോലെ കുത്തനെ പതിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളങ്ങനെ സാധാരണ F-19ന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് കുവൈറ്റിൽ ഇതിനുള്ള അമേരിക്കൻ പൈലറ്റ് ആയിരുന്നു. അത് അല്പസമയത്തിനകം അതിൽ പൈലറ്റ് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന പൈലറ്റ് അതിൽ നിന്ന് ഇവാക്യുവേറ്റ് ആ ദൃശ്യങ്ങൾ തന്നെ പൈലറ്റ് അവിടെ നിന്ന് പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അവിടെ പൈലറ്റ് മുകളിലേക്ക് തെറിക്കുന്നുണ്ട്. ആ തെറിച്ച പൈലറ്റിനെ ഒരു കുവൈറ്റിയുടെ കാറിന്റെ ട്രങ്കിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയാണ് അത് പൊളിഞ്ഞു വീണ ആ സ്ഥലത്ത് നിന്നും ആ പൈലറ്റ് പുറത്തിറങ്ങി സുരക്ഷിതനായി നിൽക്കുന്ന അമേരിക്കൻ പൈലറ്റാണ്. പൈലറ്റ് പുറത്തിറങ്ങി സുരക്ഷിതനായി നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അമേരിക്കയുടെ F-19 വിമാനം അവിടെ കുവൈറ്റിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യുദ്ധം എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം കരുത്തുറ്റ ആളുകളാണ് യുദ്ധത്തിന്റെ ഇരുഭാഗവും ഉള്ളത് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ പറയുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റി മുഴുവൻ തകർത്തു കളഞ്ഞു എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു. അവരുടെ മിസൈൽ ഉൽപാദന ശക്തി നശിപ്പിക്കാനാണ് യുദ്ധം എന്നടക്കം. അവിടുത്തെ റെജീം ചേഞ്ച് മാത്രമല്ല, നേരത്തെ ആണവ ചർച്ചകളുടെ തുടർച്ചയിൽ ട്രംപ് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇല്ലാതായിക്കളണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആയത്തുള്ള അലി ഖമനയുടെ നിലപാട് ആ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കുമില്ല. ബാലിസ്റ്റിക് മിസൈലിൽ തൊട്ടൊരു കളിക്കും ഇറാനില്ല. കാര്യം അത് ഇറാൻ എന്ന രാജ്യത്തിന്റെ സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരുടെ പക്കൽ അത് മാത്രമേ ഉള്ളൂ. അത് കാരണം അതിൽ തൊട്ടൊരു കളി വേണ്ട എന്ന് പറഞ്ഞിരുന്നു ആയത്തുള്ള അലി ഖമനി. അതിന്റെ കൂടി വിലയാണ് ആയത്തുള്ള അലി ഖമനയുടെ ജീവൻ എന്ന രൂപത്തിൽ ഇറാൻ നൽകേണ്ടി വന്നത്. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റി ഇറാന് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളും. ഏത് രീതിയിലാണ് F-19 താഴെ പതിക്കുന്നതെന്ന കാര്യം അറിയില്ല. പക്ഷേ അതിൽ തീ ഉയരുന്നുണ്ട്. വെടിയേറ്റ് വീണതാണ്, ഇറാൻ മിസൈലിന്റെ വെടിയേറ്റ് വീണത് തന്നെയാണത് എന്ന് പറയുന്ന കുറേയധികം ആളുകൾ ഉണ്ട്. പക്ഷേ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏത് രീതിയിലാണ് F-19 വിമാനം താഴേക്ക് പതിക്കുന്നതെന്നുള്ള കാര്യത്തിൽ. പ്രേക്ഷകർ കാണുന്നത് അതിന്റെ പൈലറ്റാണ്. പൈലറ്റ് അതിന്റെ താഴേക്ക് വീഴുന്നതിന് മധ്യേ അതിൽ നിന്ന് ഇജക്റ്റായി സേഫായി അവിടെ നിൽക്കുന്നതും, അവിടെ നിന്ന പൈലറ്റിനെ കുവൈറ്റികൾ ഒരു കാറിൽ കയറ്റി, അതൊരു പിസാബോയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു പിസാബോയുടെ കാറായിരുന്നു അത്. ആ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യപരമായ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് അറിയാനും കഴിയുന്നത്.